പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 42 ഫിഗർ ഇറ്റ് ഔട്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. മെൽവിൻ റീഡ്സ് എ 2-page സ്റ്റോറി എവറി ഡേ എക്സെപ്റ്റ് ഓൺ ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ. ഒരു വീക്കിലെ ട്യൂസ്ഡേയും സാറ്റർഡേയും ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും മെൽവിനെ 2-page സ്റ്റോറി റീഡ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി സ്റ്റോറീസ് വുഡ് ഹി കംപ്ലീറ്റ് റീഡിങ് ഇൻ 8 വീക്സ്? 8 വീക്സിൽ എത്ര സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വിച്ച് ഓഫ് ദി എക്സ്പ്രഷൻസ് ബിലോ ഡിസ്ക്രൈബ്സ് ദിസ് സെനറിയോ? ഈ രംഗം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഇതിനകത്തുനിന്ന് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് ഇവിടെ കാണാം. അപ്പോൾ നോക്കിയേ, ഇവിടെ 7 days ആണുള്ളത്. 7 daysൽ ട്യൂസ്ഡേയും സാറ്റർഡേയും എന്ത് ചെയ്യുന്നില്ല, റീഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലാണ് റീഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2-page സ്റ്റോറിയാണ് റീഡ് ചെയ്യുന്നത്. അപ്പം ഒരാഴ്ചയിൽ എത്ര സ്റ്റോറി റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും? അപ്പം ഒരു ദിവസം 2-page സ്റ്റോറി, അതായത് ഒരു സ്റ്റോറിയാണ്, അതിന് 2 പേജസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു സ്റ്റോറിയാണെങ്കിൽ ഒരു വീക്കിൽ എത്ര സ്റ്റോറി റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു വീക്കിൽ 7 days ആണ്, അതിൽ 2 days റീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 7 - 2 സ്റ്റോറീസ് ഒരു വീക്കിൽ റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 വീക്സിൽ റീഡ് ചെയ്യുന്ന സ്റ്റോറീസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 1 വീക്കിൽ ഇവിടെ നമുക്ക് സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. 1 വീക്കിൽ 7 - 2 സ്റ്റോറീസ് റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 വീക്സിൽ എത്ര സ്റ്റോറീസ് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും? 8 × 7 - 2 സ്റ്റോറീസ് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെ തിരിച്ചും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? അതായത് 7 - 2 × 8 എന്ന് എഴുതാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. 8 × 7 - 2 എന്ന് എഴുതിയാലും 7 - 2 × 8 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. പക്ഷേ 7 - 2വിനെ നമ്മൾ തിരിച്ച് 2 - 7 എന്ന് എഴുതരുത്. അത് നമ്മുടെ വാല്യൂ ചേഞ്ച് ആയിപ്പോവും, അത് പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയേ. ബി ഉണ്ടല്ലേ. ബി നോക്കിയേ, 7 - 2 × 8 ആണ്. ഇനി അതേപോലത്തെ എക്സ്പ്രഷൻസ് ഇതാ. ഇനി നോക്കിയേ, ഇതിനെ നമുക്ക് വേറൊരു മെത്തേഡിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 7 days ആണ് ഒരു വീക്കിലുള്ളത്. അപ്പോൾ 7 × 8, അതായത് 7 daysലും റീഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ 7 സ്റ്റോറീസ് റീഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 8 വീക്സിൽ എന്ത് ചെയ്യാം? 7 × 8 എന്ന് എഴുതാം. അതിൽ നിന്ന് 2 days, അതായത് 2 daysൽ അപ്പം 2 സ്റ്റോറീസ് റീഡ് ചെയ്യും അല്ലേ. അപ്പോൾ ആ 2 സ്റ്റോറീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 8 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതായത് 7 സ്റ്റോറീസ് 8 വീക്സിൽ വായിക്കുന്നു. അതിൽ നിന്ന് 2 സ്റ്റോറീസ് 8 വീക്കിൽ വായിച്ചത് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. രണ്ടും സെയിം തന്നെയാണ്. അതായത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണിത് കണ്ടോ. 7 × 8 - 2 × 8. മനസ്സിലായാലും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ ഒരു എക്സ്പ്രഷൻ ദാ ഇവിടെ ഉണ്ട് കണ്ടോ. 7 × 8 - 2 × 8. അപ്പോൾ 2 എക്സ്പ്രഷൻസ് ഇവിടെ വരുന്നുണ്ട്. Only expressions B and G describes this scenario. Okay, ബിയും ജിയും ആണ് മാത്രമേ ഇവിടെ ഈ സെനറിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഈ 2 എക്സ്പ്രഷൻസ് മാത്രം. മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫൈൻഡ് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 2 എക്സ്പ്രഷൻസിനെ ഡിഫറെൻറ്റ് വേയ്സിൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ. 1 - 2 + 3 - 4 + 5 - 6 + 7 - 8 + 9 - 10. അപ്പോൾ ഈ ആദ്യത്തേനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ മൈനസ് വരുന്ന ഈ 2 ടേമുകളെ തമ്മിൽ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഫസ്റ്റ് വൺ എയുടെ ആൻസറാണ് നമ്മൾ എഴുതുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെഴുതുന്നില്ല, നിങ്ങൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എടുത്തെഴുതിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് 1 - 2 3 - 4
5 മൈനസ് 6 7 മൈനസ് 8 9 മൈനസ് 10 ഇതിനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നു. 1 മൈനസ് 2 പ്ലസ് 3 മൈനസ് 4 പ്ലസ് 5 മൈനസ് 6 പ്ലസ് 7 മൈനസ് 8 പ്ലസ് 9 മൈനസ് 10. നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പോൾ 1 മൈനസ് 2 ചെയ്താൽ എന്ത് വരും? സ്മോളിൽ നിന്ന് ബിഗ് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് ആയിരിക്കും. 2 മൈനസ് 1 ഈസ് 1 അല്ലേ? മൈനസ് 1 പ്ലസ് 3 മൈനസ് 4 ചെയ്താലും -1 കിട്ടും. അതായത് ഇതിനെ എങ്ങനെ എഴുതുന്നത്? 3 മൈനസ് 4നെ എങ്ങനെയാണ് എഴുതുന്നത്? ഇസ് ഇക്വൽ ടു 3 മൈനസ് പ്ലസ് ആകും 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ തിരിച്ചങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് വരും? 1 പ്ലസും 1 മൈനസുമാണ്. സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ കൊടുക്കുന്നു. 4 മൈനസ് 3 ഈസ് 1 -1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. പ്ലസ് 5 മൈനസ് 6 എന്ത് വരും? -1 വരും. പ്ലസ് 7 മൈനസ് 8. ഇങ്ങനെ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് 8 മൈനസ് 7 എന്ന് ചെയ്യുക കേട്ടോ. ഇങ്ങനെ എഴുതി ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും? -1 പ്ലസ് ഇവിടെയും -1 എന്ന് വരും. -1 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 5 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -5 എന്ന് കിട്ടി. കണ്ടോ? ഇതിൻ്റെ ആൻസർ നമുക്ക് -5 എന്ന് കിട്ടി. ഈ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ നമുക്ക് -5 കിട്ടി. ഇവിടെ നോക്കിയാൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1 + 1 2 2 + 1 3 3 + 1 4 4 + 1 5 നെഗറ്റീവ് സൈൻ കൊടുത്ത് -5. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി പ്ലസ് സൈൻ ഉള്ളതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? 1 + 3 + 5 + 7 + 9 അല്ലേ? 1ന് പ്ലസ് സൈനാണ്. 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. അങ്ങനെയുള്ളതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതി. പ്ലസ് ഇനി അടുത്ത എന്താണ്? ഇനി നെഗറ്റീവ് ഉള്ളതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. എന്തൊക്കെയാണ്? -2 -4 -6 -8 -10 is equal to ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 3 + 1 4 4 + 5 9 9 + 9 18 18 + 7 25 പ്ലസ് ഇതെവിടെയും എല്ലാത്തിനും നെഗറ്റീവ് സൈനാണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. 4 + 2 6 6 + 6 12 12 + 8 20 20 + 10 30. അപ്പം -30. ഇവിടെ 1 പ്ലസും 1 മൈനസുമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ നെഗറ്റീവാണ്. 30 - 25 ഈസ് 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5 എന്ന് തന്നെ കിട്ടി. 1 - 1 + 1 - 1 + 1 - 1 + ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? മുകളിൽ ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുന്നു. 1 - 1 + 1 - 1 + 1 - 1 + 1 + 1 - 1 + 1 - 1. 1 - 1 ഈസ് 0. അപ്പോൾ 0 + 0 + 0 + 0 + 0 0 എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പോസിറ്റീവ് സൈനുള്ള വണ്ണുകളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം. ഓക്കെ. ഇനി അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ എന്തെഴുതാം? 1 + 1 + 1 + 1 + 1 പ്ലസ് ഇനി നെഗറ്റീവ് സൈൻ ഉള്ളത് 1 2 3 4 അതുകൊണ്ട് 5 എണ്ണം. അപ്പോൾ -1 -1 -1 -1 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. പ്ലസ് ഇതെല്ലാം കൂടെ ചെയ്താൽ -5 എന്ന് കിട്ടും. 5 + -5 ഈസ് 0. അതല്ല, ഇതും നമ്മൾ അടുത്ത വേറൊരു മെത്തേഡിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.